വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. മമ്മൂട്ടി തന്നോട് മോശമായി പെരുമാറിയിട്ടില്ലെന്ന് കെ റഫീഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മാധ്യമങ്ങളും വലത് സൈബറിടങ്ങളുമാണ് വിഷയം വഷളാക്കിയത്. മമ്മൂട്ടി തന്നോട് നേരിട്ട് വിളിച്ച് സംസാരിച്ചുവെന്നും റഫീഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. സായ്കുമാർ ചേരുന്നു. സായ്കുമാർ, വലിയ വിവാദവാക്യായി മാറ്റിയിരുന്നു. എന്തായാലും ഈ വിവാദത്തിൽ ഇപ്പോൾ ഒരു അവസാനമാവുകയാണ്. റഫീഖിന്റെ പോസ്റ്റോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ വേണ്ട എന്നാണോ റഫീഖ് പറയുന്നത്? മാത്രമല്ല, കുറച്ചു മുൻപ് മമ്മൂട്ടി റഫീഖിനെ നേരിട്ട് വീഡിയോ കോളിലടക്കം വിളിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. തീർച്ചയായും റോഷ്നി, അല്പം മുമ്പ് നമ്മൾ പ്രേക്ഷകരെ അറിയിച്ച ഒരു കാര്യം തന്നെയാണ്. റഫീഖ് അത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിക്കുകയാണ്. മലയാളത്തിന്റെ മഹാനടൻ മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്കായി ഒരുക്കിയ ടൗൺഷിപ്പിൽ എത്തിയത് എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന, അഭിമാനമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അദ്ദേഹം അവിടെ പരിപാടിക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് താൻ അവിടെ എത്തിയത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ്. അത് തിരക്കും ബഹളവുമൊക്കെ മമ്മൂട്ടിക്ക് അലോസരമാകും എന്നുള്ള നിലയിൽ ജാഗ്രതയോട് കൂടിയാണ് താൻ ഇടപെട്ടത്. പക്ഷേ അത്തരം ഇടപെടലുകൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാം എന്ന ഒരു കൺസേൺ ആണ് മമ്മൂട്ടി തന്നോട് പങ്കുവച്ചത്. അതിൽ മോശമായിട്ടൊന്നും തന്നെയില്ല, അല്ലെങ്കിൽ തന്നോട് മോശമായി അദ്ദേഹം പെരുമാറിയിട്ടില്ല എന്നാണ് ഇപ്പോൾ റഫീഖ് പറയുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ടൗൺഷിപ്പിൽ വരുന്ന എല്ലാവരെയും സ്വീകരിക്കേണ്ട ബാധ്യത തനിക്കുണ്ട്. എപ്പോഴും അത് തങ്ങളുടെ രീതിയാണ്. മമ്മൂട്ടി വരുന്നതിന് തൊട്ട് മുൻപ് അവിടെ CPMന്റെ ജനറൽ സെക്രട്ടറിയായ MA ബേബി വന്നിരുന്നു. MA ബേബിയെയും ഇതേപോലെ തന്നെ റഫീഖാണ് അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കുകയും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്നെയാണ് മമ്മൂട്ടി വന്നപ്പോഴും താൻ അവിടെ എത്തിയത്. പക്ഷേ അത് മറ്റൊരു രീതിയിൽ വായിക്കപ്പെട്ടേക്കാം എന്ന ഒരു കൺസേൺ ആണ് മമ്മൂട്ടി തന്നോട് പങ്കുവച്ചത്. അത് മമ്മൂട്ടി തന്നെ, ഈ ഒരു വിവാദമുണ്ടായി, സൈബർ ബുള്ളിങ് ഉണ്ടായതിനു ശേഷം മമ്മൂട്ടി തന്നെ തന്നോട് നേരിൽ വിളിച്ച് ഇക്കാര്യങ്ങൾ സംസാരിച്ചു എന്ന് വിശദമായി തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ റഫീഖ് പറയുന്നുണ്ട്. അത് ചില മാധ്യമങ്ങളും ചില വലത് സൈബർ കേന്ദ്രങ്ങളും പ്രചരിപ്പിച്ചതാണ്, തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതാണ് വിഷയം ഈ നിലയിൽ വഷളാക്കിയത് എന്നുകൂടി റഫീഖ് പറയുന്നു. അതോടൊപ്പം തന്നെ വൈകാരികമായി വിഷയത്തിൽ പ്രതികരിച്ച എല്ലാവരുടെയും ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്നു എന്നുകൂടി റഫീഖ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിലും മാനവികതയിലും സഹജീവി സ്നേഹത്തിലും പടുത്തുയർത്ത ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഈ വയനാട് ടൗൺഷിപ്പിൻ്റെ അതിൻ്റെ തിളക്കം കുറയ്ക്കുന്ന രീതിയിലേക്ക് ഈ ചർച്ച പോകരുത്. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ തന്നെ ആവശ്യപ്പെടുന്നു, ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കണം എന്ന ഒരു അഭ്യർത്ഥന കൂടി അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം മമ്മൂട്ടി അവിടെ എത്തിയത് അതിലാവണം ആ പോസിറ്റീവ്. വലിയ തിരക്കുകൾക്കിടയിലും, നേരത്തെ P രാജീവും പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെയാണ്, വലിയ തിരക്കുകൾക്കിടയിലും വയനാട്ടിലെ ഈ ടൗൺഷിപ്പിലേക്ക് എത്താൻ സമയം കണ്ടെത്തിയ മമ്മൂട്ടിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി മാത്രം ചർച്ച ചെയ്യണം, ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കണം. മമ്മൂട്ടി ലോക മലയാളി ബഹുമാനിക്കുന്ന ഒരു മഹാനടനാണ്. അദ്ദേഹം തന്നെ തന്നോട് താൻ മനഃപൂർവ്വം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മമ്മൂട്ടി തന്നെ തന്നോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വാദപ്രതിവാദങ്ങളും അവസാനിപ്പിക്കണം എന്നാണ് റഫീഖ് പറയുന്നത്. അതോടൊപ്പം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദുരന്ത ജീവിതം താറുമാറാക്കിയ പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയായിരിക്കണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞാൽ പരിഭവങ്ങളും തർക്കങ്ങളും മാറ്റിവെച്ച് നമുക്ക് ചേർന്ന് നിൽക്കാൻ എന്താണ് തടസ്സം എന്ന് കുറിച്ചുകൊണ്ടാണ് റഫീഖ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. റോഷ്നി, നോക്കൂ സായ്കുമാർ, ഈ വിവാദങ്ങളിൽ പെട്ട ഒരാൾ തന്നെയാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഈ വിവാദങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാകണമെന്ന് പറയുന്നത്. അപ്പൊ റഫീഖിനെ വയനാട്ടുകാർക്കറിയാം. ആ പ്രകൃതി ദുരന്ത സമയത്ത് റഫീഖ് എങ്ങനെയാണ് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത്, ആ മനുഷ്യർക്കൊപ്പം ചേർന്ന് നിന്നതെന്ന് കേരളത്തിന് മുഴുവനായി അറിയാം. അപ്പോൾ മമ്മൂട്ടി തന്നെയും നമ്മുടെ മമ്മൂക്ക തന്നെയും അത് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ റഫീഖിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന തരത്തിലായിരിക്കും വീഡിയോ കോളിലൂടെയും വിളിച്ചുമൊക്കെ മമ്മൂക്ക സംസാരിച്ചതും. ഇതിപ്പോൾ ഇത്തരമൊരു ടൗൺഷിപ്പിൽ മമ്മൂട്ടിയെ പോലെ സ്വീകാര്യനായ ഒരാൾ, ഒരു താരം, അത് സന്ദർശനം നടത്തുന്നു എന്നുള്ളതിന് തന്നെ വലിയ മാനങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പുറത്തെ സൈബർ ഇടങ്ങളിലടക്കം റഫീഖിനെ പിന്തുണച്ചുകൊണ്ടും മമ്മൂട്ടിയെ എതിർത്തുകൊണ്ടും നടക്കുന്ന ചർച്ചകൾക്ക് ഒരു അവസാനം ഉണ്ടാകേണ്ടതുണ്ട് എന്നല്ലേ ഈ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ പറഞ്ഞതിന് ശേഷം റഫീഖ് ഇതിനൊരു അവസാനം കുറിക്കുന്നത്? തീർച്ചയായും റോഷ്നി, ഇതിൽ റഫീഖ് തന്നെയാണ് ആ വിവാദങ്ങൾ അവസാനിപ്പിക്കണം എന്ന്. ഒരു ഘട്ടത്തിൽ പോലും തനിക്ക് അവിടെ അപമാനം നേരിട്ടു എന്നോ മമ്മൂട്ടി തന്നോട് മോശമായി പെരുമാറിയെന്നോ ഇന്നലെ ഈ സംഭവം ഉണ്ടായത് മുതൽ റഫീഖ് ആരോടും പറഞ്ഞിട്ടില്ല, അങ്ങനെ കരുതിയിട്ടുമില്ല. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി അവിടെ മമ്മൂട്ടി സംസാരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നതാണ്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ അത് റഫീഖിനെ അപമാനിക്കുന്നതാണ് എന്ന തരത്തിലുള്ള വലിയ ചർച്ചകൾക്ക് ഇടവെച്ചത്. അത് പിന്നീട് മമ്മൂട്ടിയെ വലിയ രീതിയിൽ സൈബർ ഇടത്ത് വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി.
മമ്മൂട്ടി ഇന്ന് രാവിലെ തന്നെ മന്ത്രി പി രാജീവ് അടക്കമുള്ള മുതിർന്ന നേതാക്കളും മന്ത്രിമാരും ഒക്കെ വിഷയത്തിൽ സംസാരിച്ചു. അവരും പറഞ്ഞത് ഇതൊരു അനാവശ്യ ചർച്ചയാണ്. മമ്മൂട്ടിയെ പോലെയുള്ള വലിയ തിരക്കുകളുള്ള ഒരു മഹാനടൻ വയനാട്ടിലെ ഈ ടൗൺഷിപ്പിലേക്ക് എത്തിയതായിരിക്കണം ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത്. നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്നലെ തന്നെ നടൻ മമ്മൂട്ടി ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായ ഉടൻ തന്നെ മമ്മൂട്ടി റഫീഖിനെ വിളിച്ച് ഫോണിൽ സംസാരിച്ചിരുന്നു. ഇന്നിത് വലിയ രീതിയിൽ കൈവിട്ടു പോയ സമയത്ത് വീഡിയോ കോൾ വഴി റഫീഖുമായി അദ്ദേഹം സംസാരിക്കുന്നു. അതിലും മമ്മൂട്ടി പറഞ്ഞത് താൻ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചതല്ല. അതിൽ തന്നെ പറയുന്നത് താൻ അവിടെ, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയായ CPM ജില്ലാ സെക്രട്ടറിയായ ഒരാളുടെ കൂടെ താൻ അവിടെ വന്നാൽ അത് മറ്റൊരു രീതിയിൽ പാർട്ടിക്ക് വേണ്ടി താൻ വന്നതുപോലെ വായിക്കപ്പെടും, അത് താൻ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് റഫീഖിനോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു കൺസേൺ ആണ് താൻ ഉന്നയിച്ചത് എന്ന് മമ്മൂട്ടി പറയുകയും ചെയ്തിട്ടുണ്ട്. അപമാനിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന കാര്യം മമ്മൂട്ടി തന്നെ റഫീഖിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. റഫീഖിനെ സംബന്ധിച്ച് റഫീഖ് അതിൽ പറയുന്നത് കൃത്യമാണ്. അവിടെ CPIMന്റെ ഒരു ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ വയനാട് ടൗൺഷിപ്പിന് വേണ്ടി തുടക്കഘട്ടം മുതൽ, ദുരന്തമുണ്ടായ അന്ന് മുതൽ ആ പ്രദേശത്ത് എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ അവിടെ എത്തുന്ന എല്ലാവരെയും അവിടെ കൊണ്ടുപോകാനും അവർക്ക് കൃത്യമായി അവിടെയുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനും അവിടുത്തെ ജില്ലാ സെക്രട്ടറി, മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ റഫീഖിന് ബാധ്യതയുണ്ട്. തൊട്ട് മുൻപ് മമ്മൂട്ടി വരുന്നതിന് അല്പം മുമ്പാണ് CPIMന്റെ ജനറൽ സെക്രട്ടറിയായ MA ബേബി ഈ ടൗൺഷിപ്പ് സന്ദർശിച്ചത്. സ്വാഭാവികമായും അത് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് വരുമ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെയാണ് അവിടെ എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കേണ്ടത്. പാർട്ടി പ്രവർത്തകരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. തൊട്ടുടനെയാണ് അപ്രതീക്ഷിതമായി മമ്മൂട്ടി കൂടി അവിടേക്ക് വരുന്നത്. പക്ഷേ അവിടെ മാധ്യമങ്ങൾ പോലും ഉണ്ടാകരുതെന്ന് മമ്മൂട്ടി ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം അത് പറയുകയും ചെയ്തു. പക്ഷേ ഈ ഒരു വീഡിയോ, റഫീഖിനോട് ഈ സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നതിന് ശേഷമാണ് ഇത് വലിയ രീതിയിൽ വിവാദങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും മാറിയത്. ഇപ്പോഴെന്തായാലും അതിൽ മഞ്ഞുരുക്കമുണ്ടായിരിക്കുന്നു. അത് അവസാനിപ്പിക്കണമെന്ന് റഫീഖ് തന്നെ പരസ്യമായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നു. മമ്മൂട്ടിയെ പോലെയുള്ള ഒരു മഹാനടൻ അവിടെ എത്തിയത് വളരെ പോസിറ്റീവായി ചർച്ച ചെയ്യപ്പെടട്ടെ എന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. അതിലേക്കായിരിക്കണം ഇനി ചർച്ച പോകേണ്ടത് എന്നുകൂടി പറഞ്ഞ് ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. തീർച്ചയായും മന്ത്രി പി രാജീവും നേരത്തെ അതാണ് പറഞ്ഞിരുന്നത്. ഇതിന്റെ എല്ലാ ശ്രദ്ധയും സംസാരവും ഒക്കെ ഉണ്ടാകേണ്ടത് മമ്മൂട്ടി ആ ടൗൺഷിപ്പ് സന്ദർശിച്ചു എന്നതിനെ കുറിച്ചാണെന്ന് മന്ത്രി പറഞ്ഞിരുന്നു.